പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിൻ്റെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കും. നല്ല സമയം പ്രിയമുള്ളവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 2026 പ്രാരംഭ മാസത്തിൽ വലിയ ദൈവിക നന്മകളും ദൈവിക അനുഗ്രഹങ്ങളും ദൈവിക കൃപകളും എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശത്രു നമ്മളെ ഒതുക്കിക്കളഞ്ഞ ചില മേഖലകളുണ്ട്. പ്രാർത്ഥിച്ചു മുന്നേറി വന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. വളരെ ശക്തമായി പ്രാർത്ഥിച്ചു വന്ന ചില മേഖലകളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ല. എവിടേക്കോ ഇരുന്നു പോയി, എവിടേക്കോ ഒതുങ്ങിപ്പോയി, എവിടേക്കോ ഒതുക്കിക്കളഞ്ഞതുപോലെ. തലമുറകളെ നോക്കിയാൽ തലമുറകൾ നല്ലതുവണ്ണം പഠിച്ചു വന്നതാണ്. ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ അവർക്ക് പഠിക്കാൻ കഴിയാതെ അവർ ഒതുങ്ങിപ്പോയതുപോലെയുള്ള ചില മേഖലകൾ. വിശുദ്ധ വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 34-ാം വേദഭാഗത്തിൽ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നു: അമോര്യർ ദാൻ മക്കളെ തിക്കിത്തള്ളി മലനാട്ടിൽ കയറ്റി താഴ്വരയിലേക്ക് ഇറങ്ങുവാൻ അവരെ സമ്മതിച്ചില്ല. അപ്പോൾ ദാൻ മക്കളെ തിക്കിത്തള്ളി മലനാട്ടിൽ കയറ്റി അമോര്യർ താഴ്വരയിലേക്ക് ഇറങ്ങുവാൻ സമ്മതിക്കാതെ അവർ ഒതുക്കി നിർത്തിയിരിക്കുക. എന്നാൽ യാക്കോബായ തൻ്റെ അപ്പൻ മക്കൾക്ക് അനുഗ്രഹം വിഭജിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: സ്വജനത്തിന് ദാൻ ഏതൊരു ഇസ്രായേൽ ഗോത്രവും പോലെ സ്വജനത്തിന് ന്യായപാലനം ചെയ്യും. ദാൻ വഴിയിലൊരു പാമ്പും പാതയിലൊരു സർപ്പവുമാകുന്നു. അവൻ കുതിരയുടെ കുതികാൽ കടിക്കും, പുറത്തു കയറിയവൻ മലർന്ന് വീഴും. ദൈവത്തിന് സ്തോത്രം. അപ്പൻ അനുഗ്രഹം കൊടുത്തപ്പോൾ എല്ലാ മക്കളെയും വിളിച്ച് അനുഗ്രഹം കൊടുക്കുമ്പോൾ ദാനെയും വിളിച്ച് ദാൻ ഗോത്രത്തിനും അനുഗ്രഹം കൊടുക്കുന്ന വാചകമാണ് നാം വായിച്ചു കേട്ടത്. ഏതൊരു ഗോത്രം പോലെയും സ്വജനത്തിന് ന്യായപാലനം ചെയ്യുന്ന ദാൻ എന്നാണ് ഉൽപ്പത്തി പുസ്തകം നമ്മെ വിളിച്ചറിയിക്കുന്നത്. എന്നാൽ ന്യായാധിപന്മാരുടെ പുസ്തകം വരുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് ന്യായപാലനം ചെയ്യാൻ കഴിയാതെ ശത്രു ഒതുക്കി മലനാട്ടിലേക്ക് തിക്കിത്തള്ളി കയറ്റിക്കളയുന്നൊരു കാഴ്ച കാണുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം പറയുമ്പോൾ ചില വ്യക്തികൾ, ചില കുടുംബങ്ങൾ, ചില ദൈവദാസന്മാർ അവരുടെ ഇന്നത്തെ സാഹചര്യങ്ങൾ, സിറ്റുവേഷനുകളെ ഒന്ന് നോക്കിയാൽ ശക്തമായി പ്രാർത്ഥിച്ചു വന്ന, ശക്തമായി ഉപയോഗിക്കപ്പെട്ട, ശക്തമായ നിലയിൽ കൃപാവരങ്ങൾ യൂസ് ചെയ്ത, ശക്തമായ നിലയിൽ പഠിച്ചു വന്ന ചില വ്യക്തികൾ അവരുടെ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ പറയും, പഠിക്കാൻ കഴിയുന്നില്ല, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ദൈവസന്നിധിയിൽ ഇരിക്കാൻ കഴിയുന്നില്ല, ഒതുങ്ങിപ്പോയി, എവിടേക്കോ ഒതുങ്ങിപ്പോയെന്ന് താങ്കൾക്ക് തന്നെ ബോധ്യപ്പെടുന്ന വല്ലാത്ത ഒരു സിറ്റുവേഷനിലായിപ്പോയി. പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് എഴുന്നേൽക്കാൻ, അവിടെ നിന്ന് ദൈവകൃപ ഏറ്റെടുക്കാൻ എത്ര പേർ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ അടുത്തു വരും. കർത്താവേ, എൻ്റെ മേൽ ഞാൻ എവിടെ ഒതുങ്ങിപ്പോയോ, എൻ്റെ കുടുംബം എവിടെ ഒതുങ്ങിപ്പോയോ, എൻ്റെ തലമുറകൾ എവിടെ ഒതുങ്ങിപ്പോയോ, എൻ്റെ ശുശ്രൂഷ എവിടെ ഒതുങ്ങിപ്പോയോ, അവിടെ നിന്ന് എനിക്കൊരു കരം തരണമെന്ന് എഴുന്നേൽക്കാൻ ഇന്ന് എത്ര പേർ പ്രാർത്ഥിക്കാൻ തയ്യാറാകും? ദൈവത്തിന് സ്തോത്രം. ദാൻ എന്ന വാക്കിൻ്റെ അർത്ഥവും ന്യായപാലനം ചെയ്യുന്നവൻ, സ്തോത്രം, അല്ലെങ്കിൽ നീതിയോടെ നിൽക്കുന്നവൻ, നീതി ലഭിക്കപ്പെട്ടവൻ എന്നാണ് ദാൻ എന്ന വാക്കിൻ്റെ അർത്ഥം. തൻ്റെ വാക്കിൻ്റെ പോലും അർത്ഥം കോട്ടിക്കളയുന്ന, നിലനിൽക്കാത്ത നിലയിൽ താനിപ്പോൾ ഒരു പറ്റം ജനങ്ങൾ, ദാൻ എന്ന ഗോത്രത്തിൻ്റെ ഒരു പറ്റം ജനങ്ങൾ തിക്കിത്തള്ളലുകൾ ഏറ്റുകൊണ്ട് അമോര്യർ ഒതുക്കി നിർത്തിയത് കൊണ്ട് അവർ ഒതുങ്ങുകയാണ്. ആരാണിനി അമോര്യർ? ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് അമോര്യരെ കാണാൻ കഴിയുന്നു. കനാന്റെ പുത്രന്മാരാ അമോര്യർ എന്ന് പറഞ്ഞാൽ നോഹ എന്ന ദൈവത്തിൽ നിന്ന് നീതി പ്രാപിച്ച, കൃപ പ്രാപിച്ച ആ സ്തോത്രം വല്യപ്പൻ്റെ മകനായി ജനിക്കപ്പെട്ട
ഹാമിൻ്റെ പുത്രനായി വരുന്ന ഹാമിലൂടെയുള്ള ശാപം ലഭിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് എന്ന നിലയിൽ നമുക്ക് കാണാൻ കഴിയും. അമോര്യർ ശാപം ലഭിച്ചവരാണ്. അപ്പോൾ ആ വാക്യം നമ്മൾ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് പഠിച്ചാൽ, അപ്പൻ്റെ ശാപം ലഭിച്ചവൻ ഇപ്പോൾ അപ്പൻ്റെ അനുഗ്രഹം പ്രാപിച്ചവനെ തിക്കിത്തള്ളുകയാണ്. ദൈവത്തിന് സ്തോത്രം. കനാനിൽ നിന്ന്, ഹാമിൽ നിന്നുള്ള, നോഹയിൽ നിന്ന് ഹാനിൽ നിന്ന് കനാനിലേക്ക് ശാപം ലഭിച്ചിട്ട് ആ ശാപവും പേറി നടക്കുന്ന അമോര്യർ അപ്പനിൽ നിന്ന് നീതിയോടെ ന്യായപാലനം ചെയ്യുമെന്ന് പറഞ്ഞ നീതിയുള്ള ദാൻ എന്ന ഗോത്രത്തെ തിക്കിത്തള്ളുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വിഷ്ണുത്ര ശക്തമായി പ്രാർത്ഥിച്ചു വന്ന അതേ നിലയിൽ ആ മുൻപോട്ട് പോയിരുന്നെങ്കിൽ ഏതൊക്കെയോ നിലകളിൽ ഉയർത്തപ്പെടേണ്ട സമയം കഴിഞ്ഞു. ഏതൊക്കെയോ നിലകളിലെ കുടുംബം എഴുന്നേൽക്കേണ്ട സമയം കഴിഞ്ഞ തലമുറകൾ വാഗ്ദത്തം പ്രാപിക്കേണ്ട സമയം കഴിഞ്ഞു. എന്നാൽ തിക്കിത്തള്ളുക ആര്? ഈ ലോകത്തിൻ്റെ മക്കൾ. ആര്? ആ വിഷ്ണുത്ര ശാപം കിട്ടിയ അമോര്യർ ദാനിനെ തിക്കിത്തള്ളി ഒതുക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് ഈ സന്ദേശം പറയാൻ പരിശുദ്ധാത്മാവ് നൽകി തന്നതിൻ്റെ ആശയം, നാം എവിടൊക്കെ ഒതുങ്ങിപ്പോയിട്ടുണ്ടോ, നമ്മെ എവിടൊക്കെ ഒതുക്കിക്കളഞ്ഞിട്ടുണ്ടോ, അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കാൻ പരിശുദ്ധാത്മാവ് നമുക്ക് കരം തരുവാനിടയായി തീരും. എത്ര പേർക്ക് ആത്മാർത്ഥതയുടെ കർത്താവെ അതെൻ്റെ കുടുംബത്തിൽ, അതെൻ്റെ ജീവിതത്തിനകത്ത് ഇന്നു പകലൊന്ന് വെളിപ്പെടണമേ, എനിക്കൊന്ന് കരം തരണമേ, എനിക്ക് എഴുന്നേൽക്കാൻ ആഗ്രഹമുണ്ട്, എൻ്റെ തലമുറകളുടെ നല്ലൊരു ഭാവി കാണാൻ ആഗ്രഹമുണ്ട്, എൻ്റെ കുടുംബത്തിൻ്റെ എഴുന്നേൽപ്പിന് ആഗ്രഹമുണ്ട്, എൻ്റെ ശുശ്രൂഷ അസാധാരണ നിലയിൽ ഉപയോഗിക്കപ്പെടാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എന്നാൽ എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ, ആമേൻ പറഞ്ഞ് തുടങ്ങാൻ കഴിയുമോ? കർത്താവ് കരം തരാൻ, നമ്മെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കാൻ ശക്തനായവനാണ്. വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: അമോര്യർ ദാൻ മക്കളെ തിക്കിത്തള്ളി മലനാട്ടിൽ കയറ്റി. താഴ്വരയിൽ നന്മ പ്രാപിക്കാൻ കഴിയാതെ, താഴ്വര കാണാൻ മാത്രമേ കഴിയുന്നുള്ളൂ ദാൻ മക്കൾക്ക്. എന്നാൽ സ്വജനത്തിന് ന്യായപാലനം ചെയ്യുമെന്ന് പറഞ്ഞ അനുഗ്രഹത്തിൻ്റെ വാക്കുകളെ അപ്പാടം നീക്കിക്കളഞ്ഞിട്ട് താഴ്വരയിലെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കഴിയാതെ, ന്യായപാലനം ചെയ്യാൻ കഴിയാതെ അതേ അമോര്യർ തിക്കിത്തള്ളി കയറ്റുന്ന കാഴ്ച താഴ്വര കാണുന്നത് മാത്രമേ ഉള്ളൂ. മറ്റു പലരും അനുഗ്രഹം പ്രാപിക്കുന്നത് കാണുന്നുണ്ട്, മറ്റു പലരും നന്മ പ്രാപിക്കുന്നത് കാണുന്നുണ്ട്. എന്നാൽ ശത്രുപക്ഷം ഒതുക്കി നിർത്തുന്നൊരു കാഴ്ച ഇന്ന് പകൽ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്നലെ വരെ എന്നെ ഒതുക്കി കളഞ്ഞ ചില മേഖലകൾക്കകത്തുനിന്ന് എന്നെ കരം തന്ന് എഴുന്നേൽപ്പിക്കുന്ന സർവ്വശക്തിയുള്ളൊരു ദൈവമുണ്ട്. അതേ പ്രിയമുള്ളവരെ, നമുക്ക് കരം തരാൻ സർവ്വശക്തനായ ദൈവ സന്നദ്ധനാണ്.